ഇമാജിൻ നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കാണ്, ജോലിക്ക് പോകുന്നു, വഴിയിലാണെങ്കിൽ ഫുൾ ട്രാഫിക്, ബോസ് ആണെങ്കിൽ ഒടുക്കത്തെ ചീത്ത, ആരോ നിങ്ങളുടെ പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു, നിങ്ങളുടെ പ്ലാൻ ഒന്നും ശരിക്കും വർക്ക് ആവുന്നില്ല. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ ആ ദിവസത്തെ ബാധിക്കുന്നില്ല. നിങ്ങളപ്പോഴും കാമായിട്ട് കൂളായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ലൈഫ് ഈസി ആയതല്ല, പകരം നിങ്ങൾ സ്ട്രോങ് ആയതാണ്. മിക്ക ആൾക്കാരും അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കാറ്. ബട്ട് സ്റ്റോയിസിസം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. സ്റ്റോപ്പ് ട്രൈങ് ടു കൺട്രോൾ ദ വേൾഡ്, ലേൺ ടു കൺട്രോൾ യുവർ സെൽഫ്. ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ഇത് ശരിക്കും മനസ്സിലാക്കിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ സമാധാനം പെട്ടെന്ന് അങ്ങനെ നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് പണ്ട് മുതലേ പല വലിയ ആളുകളും ലൈക്ക് രാജാക്കന്മാർ, ജനറൽസ്, അത്ലീറ്റ്സ്, സിഇഒസ്, അങ്ങനെ ഒരുപാട് വലിയ ആളുകൾ സ്റ്റോയിസിസം ഫോളോ ചെയ്യുന്നത്. സോ യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സ്റ്റോയിസിസത്തെക്കുറിച്ചാണ്. എന്താണ് സ്റ്റോയിസിസം, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തും അത് ഇത്ര ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഈ ഫിലോസഫി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, 4 ബെസ്റ്റ് പ്രാക്ടീസസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് യു ബിക്കം മെൻ്റലി അൺസ്റ്റോപ്പബിൾ. ഇന്നെങ്കിലും ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരാൾ എന്നെ തട്ടിക്കളയും. വേറെ ആരുമല്ല, നമ്മളുടെ തന്നെ ഒരു സബ്സ്ക്രൈബറാണ് അമൽ. ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതുവരെ ആരും നമ്മളുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടില്ല. എത്രങ്ങാനും കമൻ്റ് ആണെന്ന് അറിയാം. സോ ബ്രോ, ദിസ് വീഡിയോ ഈസ് പ്രൈമർലി ഡെഡിക്കേറ്റഡ് ഫോർ യു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ വാട്ട് ഈസ് സ്റ്റോയിസിസം? ഇതൊരു ആൻഷ്യൻ്റ് ഫിലോസഫിയാണ് കേട്ടോ. ആൻഡ് ഇത് പറയുന്നത് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് സിംപ്ലി സ്റ്റോയിസിസം. ഈ സ്റ്റോയിക് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് ചിരിക്കില്ല, കരയില്ല, ഒരു ഇമോഷനും ഉണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ശരിക്കും സ്റ്റോയിസിസം ഇമോഷണൽസ് ആവുക എന്നുള്ളതല്ല, പകരം ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവുക എന്നുള്ളതാണ്. രണ്ടാളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഒരാളാകെ ഡിപ്രഷനിലാവുന്നു, എന്നാൽ മറ്റേ ആൾ അത് പുതിയൊരു അവസരമായിട്ട് കാണുന്നു. സെയിം സിറ്റുവേഷൻ ബട്ട് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. സ്റ്റോയിക് ഫിലോസഫർ ആയിട്ടുള്ള മാർക്കസ് ഒറേലിയസ് പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് പവർ ഓവർ യുവർ മൈൻഡ്, നോട്ട് ഔട്ട്സൈഡ് ഇവൻറ്റ്സ്. അതായത് നിങ്ങളുടെ കൺട്രോളിലുള്ളത് നിങ്ങളുടെ മനസ്സാണ്, അല്ലാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ അല്ല. ഇതാണ് സ്റ്റോയിസിസത്തിൻ്റെ ഫൗണ്ടേഷൻ. ലൈഫിനെ കൺട്രോൾ ചെയ്യലല്ല, പകരം ലൈഫിനോടുള്ള നമ്മുടെ റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യാം. കൊടുങ്കാറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിലൂടെ കാമായിട്ട് നടന്നു പോകാൻ കഴിയുന്ന ഒരാളാവാം. ഇത് ലിറ്ററലി എടുക്കരുത്, ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ റെലവെൻ്റ് ആണോ, ഇതൊക്കെ വർക്ക് ആവോ? വൈ സ്റ്റോയിസിസം മാറ്റേഴ്സ് ടുഡേ? എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തും സ്റ്റോയിസിസം ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? ഇത്രയും കംഫർട്ട് ശരിക്കും ഒരു ജനറേഷനും കിട്ടിയിട്ടില്ല അല്ലേ? ബട്ട് ഐറോണിക്കലി മിക്ക ആളുകൾക്കും ആൻസൈറ്റി, സ്ട്രെസ്, കമ്പാരിസൺ, എല്ലാവരും ഇമോഷണലി എക്സ്ഹോസ്റ്റഡ് ആണ്. ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുകയാണ്. ഓരോ ഒപ്പീനിയൻസും നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണുമ്പോഴും കമ്പാരിസൺ ആണ്. ഫുൾ ടൈം റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കാനാണ് ഈ മോഡേൺ വേൾഡ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ സ്റ്റോയിസിസം റെസ്പോണ്ട് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ദാറ്റ്സ് എ മാസീവ് ഡിഫറൻസ്. റിയാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നതാണ്, ബട്ട് റെസ്പോൺസ് അത് ഇൻറ്റൻഷണൽ ആണ്. ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ പറയും തിരിച്ച് ഫൈറ്റ് ചെയ്യ് എന്ന്. ബട്ട് റെസ്പോൺസ് പറയും ഇതിൻ്റെ പേരിൽ ഞാൻ വെറുതെ എൻ്റെ സമാധാനം കളയണോ, അതിനത് വെർത്താണോ എന്ന്. നിങ്ങൾ ഫെയിൽ ആവുമ്പോൾ റിയാക്ഷൻ പറയും ഞാനൊരു തോൽവിയാണ് എന്ന്. ബട്ട് റെസ്പോൺസ് പറയും ഞാൻ ഇന്ന് ഫെയിലായി, എനിക്കിതിന്ന് എന്താണ് പഠിക്കാനുള്ളത്. സോ സ്റ്റോയിസിസം ഒരിക്കലും പെയിൻ എലിമിനേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ പേരിലുള്ള ഈ ആവശ്യമില്ലാത്ത സഫറിങ് ആണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ ഫിലോസഫി ഇത്ര റെലവൻ്റ് ആയിട്ടിരിക്കുന്നത്, ഇത്ര പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോയിസിസത്തിൻ്റെ ഒരു ബേസ് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇത് ചുമ്മാ അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇതെങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സോ ദാറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവും. അതാണ് നെക്സ്റ്റ് പറയുന്നത്, 4 സ്റ്റോയിസിസം പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ നമ്പർ 1, ഫോക്കസ് ഓൺലി ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. ഇതാണ് സ്റ്റോയിസിസത്തിലെ മോസ്റ്റ് പവർഫുൾ ലെസൺ. ഇമാജിൻ 2 സർക്കിൾസ് ഉണ്ട്, 2 വട്ടം. ഒരു സർക്കിളിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ലൈക്ക് നിങ്ങളുടെ ചിന്തകൾ, എഫേർട്ട്, ആറ്റിറ്റ്യൂഡ്, ആക്ഷൻസ് എക്സെട്ര. രണ്ടാമത്തെ സർക്കിളിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ലൈക്ക് വെദർ, നിങ്ങളുടെ പാസ്റ്റ്, ഫ്യൂച്ചർ, എക്കോണമി എക്സെട്ര. മിക്ക ആളുകളും ഈ രണ്ടാമത്തെ സർക്കിളിൽ ട്രാപ്പായിട്ടിരിക്കുമോ. അവർ വിഷമിച്ചുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, പവർലെസ് ആയിട്ട് ഫീൽ ചെയ്യും, നെഗറ്റീവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് സ്റ്റോയിസിസം പറയുന്നത് നിങ്ങളുടെ എനർജി ഫസ്റ്റത്തെ സർക്കിളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്. ഓരോ പ്രാവശ്യം സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴും സ്വയം ചോദിക്കാം, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണോ,
ആണെങ്കിൽ അതിന് വേണ്ട ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ആ ഒരൊറ്റ ചോദ്യം തന്നെ ഈ ആവശ്യമില്ലാത്ത സ്ട്രെസ്സിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രിൻസിപ്പിൾ നമ്പർ 2, എക്സ്പെക്ട് ചാലഞ്ചസ് ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റിംഗ് ദം. മിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് ലൈഫ് എപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം എന്നാണ്. സോ എല്ലാ ഒബ്സ്റ്റാക്കിൾസും മോശമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ സ്റ്റോയിസിസം പ്രകാരം നമ്മൾ ഒബ്സ്റ്റാക്കിൾസ് അഥവാ തടസ്സങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യണം എന്നാണ്. വി മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. ട്രാഫിക് ആണോ? ഓക്കെ ഫൈൻ. മറ്റുള്ളവർ നിങ്ങളെ നിരാശപ്പെടുത്തിയോ? ഓക്കെ എക്സ്പെക്റ്റഡ്. പ്ലാൻ ഫെയിൽ ആയോ? ശരി, അതിന് അഡാപ്റ്റ് ആവാം. നമ്മൾ എന്തിനും പ്രിപ്പയർഡ് ആണെങ്കിലുണ്ടല്ലോ, എന്തും ഫേസ് ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഇമോഷണൽ ഷോക്ക് നമുക്ക് ഉണ്ടാവില്ല. ഒരു സിമ്പിൾ മോർണിംഗ് ഹാബിറ്റ് പറഞ്ഞുതരാം. എല്ലാ ദിവസവും രാവിലെ സ്വയം ചോദിക്കുക, ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? നെഗറ്റീവ് അടിക്കാനല്ല കേട്ടോ, ബട്ട് റെഡി ആവാൻ. ചലഞ്ചസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പേടിക്കില്ല, ബിക്കോസ് അതും നിങ്ങൾ ഓൾറെഡി പ്ലാനിലുണ്ടാവും. പ്രിൻസിപ്പിൾ നമ്പർ 3, മാസ്റ്റർ യുവർ ഇമോഷൻസ്. ഇമോഷൻസിനെ സപ്രസ് ചെയ്യാനായിട്ട്, അടിച്ചമർത്താനായിട്ട് സ്റ്റോയിസിസം ആവശ്യപ്പെടുന്നില്ല. പകരം ഇമോഷൻസിന് അടിമയാവരുത് എന്നാണ് പറയുന്നത്. ദേഷ്യം, പേടി, അസൂയ, ഫ്രസ്ട്രേഷൻ, ഈ ഇമോഷൻസ് ഒക്കെ സിഗ്നൽസ് ആണ്, അല്ലാതെ കമാൻഡ്സ് അല്ല. എല്ലാ ഫീലിങ്സും നിങ്ങൾ അനുസരിക്കേണ്ട കാര്യം ഇല്ല. ഇമാജിൻ നിങ്ങളൊരു കാർ ഓടിക്കുകയാണ്, നിങ്ങളുടെ ഇമോഷൻസ് ആണ് അതിലെ പാസഞ്ചേഴ്സ്. ചില പാസഞ്ചേഴ്സ് വളരെ കാമായിരിക്കും, ചിലർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ചിലർ ഭയങ്കര ലൗഡായിട്ടുള്ള പാസഞ്ചേഴ്സ് ആയിരിക്കും. പക്ഷേ അവരൊന്നുമല്ല വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കുന്നത്, അത് നിങ്ങളുടെ കയ്യിലാണ്. സോ നെക്സ്റ്റ് ടൈം ഓവർഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് പോസ് ചെയ്യാം, ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ എന്താണ് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ചെറിയ പോസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഇമോഷൻ്റെയും ആക്ഷൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ആ സ്പേസിൽ വെച്ചാണ് നിങ്ങൾ കൺട്രോൾ റീഗെയിൻ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ നമ്പർ 4, പ്രാക്ടീസ് നെഗറ്റീവ് വിഷ്വലൈസേഷൻ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാം, ബട്ട് ലിസൺ. സ്റ്റോയിസിസം പ്രാക്ടീസ് ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. അവരുടെ വീട്, ആരോഗ്യം, സ്നേഹിക്കുന്ന ആളുകൾ. അത് ഉള്ളിൽ പേടി ഉണ്ടാക്കാനല്ല, ബട്ട് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാതും എല്ലാ കാലത്തും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, നമുക്കൊരു വില ഉണ്ടാവില്ല. ഇമാജിൻ നാളെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോണില്ല, കണ്ണ് കാണുന്നില്ല, നിങ്ങൾ സ്നേഹിച്ച ആൾ നിങ്ങളുടെ കൂടെയില്ല. പെട്ടെന്ന് ഓർഡിനറി ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്ട്രാ ഓർഡിനറി ഗിഫ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ? കുറേ കിട്ടുമ്പോഴല്ല ഗ്രേറ്റ്ഫുൾ ആവുക, പകരം ഓൾറെഡി നമുക്കുള്ള കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. ഇനി കുറച്ച് ഡെയിലി സ്റ്റോയിക് ഹാബിറ്റ്സ് കൂടി പറഞ്ഞുതരാം. നിങ്ങളൊരു ഫിലോസഫർ ആവാനൊന്നും നിൽക്കണ്ട, ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് ലൈഫിലോട്ട് കൊണ്ടുവരാം. എല്ലാ ദിവസവും രാവിലെ സ്വയം ചോദിക്കാം, ഇന്ന് എന്താണ് എൻ്റെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങൾ? ഓരോ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യാം. എന്തെങ്കിലും വിചാരിച്ച പോലെ നടന്നിട്ടില്ലെങ്കിൽ സ്വയം ചോദിക്കാം, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും? രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് ജേർണലിംഗ് ചെയ്യാം, എഴുതുക. നിങ്ങൾ ആ ദിവസം ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ വർക്കായി, എന്തൊക്കെ വർക്ക് ആയില്ല, എവിടെയാണ് എനിക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാഞ്ഞത്, നാളെ എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എക്സെട്ര. കുട്ടി കുട്ടി ഹാബിറ്റ്സ് ആണ്, ബട്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇറ്റ് ക്രിയേറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി മെൻ്റൽ സ്ട്രെങ്ത്. ലൈഫ് ഒരിക്കലും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യില്ല, എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചില ആളുകൾ നിങ്ങളെ വിഷമിപ്പിക്കാം, പ്ലാനുകളൊക്കെ ചിലപ്പോൾ ഫെയിൽ ആവാം, ക്രിറ്റിസിസം ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാവാം, അൺസർട്ടിനിറ്റീസ്. വേദനയില്ലാത്ത ജീവിതം സ്റ്റോയിസിസം ഒരിക്കലും ഓഫർ ചെയ്യുന്നില്ല, പക്ഷേ അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഓഫർ ചെയ്യുന്നുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ കുലുങ്ങാത്ത ഒരു മനസ്സ്, ഒരു സ്ട്രോങ് മൈൻഡ്. ബിക്കോസ് ശരിക്കുള്ള സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് ലൈഫ് ഈസി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പവർഫുൾ ആണ് എന്ന് നോക്കിയിട്ടല്ല, പകരം എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ അതിനെ എത്രത്തോളം കാമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ മാസ്റ്റർ ചെയ്യുന്നോ അത്രത്തോളം ഈ ലോകത്തിന് നിങ്ങളുടെ മേലുള്ള കൺട്രോൾ കുറഞ്ഞു വരും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ട്രൂലി മീൻസ് ടു ബിക്കം അൺസ്റ്റോപ്പബിൾ. സോ ഞാൻ പറഞ്ഞ 4 സ്റ്റോയിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാം, എന്നിട്ട് അടുത്ത 7 ദിവസത്തേക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. സോ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് എന്ന്. പിന്നെ അമലേ, മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് ആരുടെ കമൻറ്റ് കണ്ടിട്ടില്ലെങ്കിലും നിൻ്റെ കമൻറ്റ് എനിക്ക് കാണണം. ഓക്കെ, സോ ദാറ്റ്സ് അവരുടെ വീഡിയോകളാക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.